ലൈവ് റെക്കോർഡിംഗാണ് ഇപ്പം എക്സ്പോർട്ട് ആയതുകൊണ്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ക്യാപ് കട്ടിനെ പറ്റി നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട. ക്യാപ് കട്ടിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ ലെങ്ത് ഇത്തിരി കൂടുതലുള്ളവർ 2x ഇട്ടിട്ടായാലും ഞങ്ങളത് ഇത്തിരി സ്പീഡിൽ കണ്ടോളൂ. അങ്ങനെ ആവശ്യത്തിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇനി ക്യാപ് കട്ടിൻ്റെ ഒരു വീഡിയോസും കാണേണ്ടി വരില്ല. കാരണം ഞാൻ തന്നെ സാധാരണ 2 മിനിറ്റോ 3 മിനിറ്റോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 10 മിനിറ്റോ അതിൽ കൂടുതൽ ലെങ്ത്തിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വീഡിയോസ്. കാരണം നമ്മളിപ്പോൾ ഇത്രയും കൂടുതൽ ചെയ്തിട്ട് കാര്യമില്ല, കുറേ വീഡിയോസ് പോയി ചെയ്യുന്നത്. കാരണം അതിൽ ഓരോ വട്ടം ചെയ്യുമ്പോൾ ഒരേ VPN നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഓരോ കൺട്രി കാണിച്ച് തരുമ്പോൾ പോലും ഓരോ വട്ടം ഒരാൾക്കാർക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗൈഡാണ് കൊണ്ടുവന്നത്. iOS പുതിയൊരു മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആൾ കൺട്രി ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ അത് പ്രീമിയം എഫക്റ്റ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പേജുകാർ ചെയ്യണ വഴി പൈസ കൊടുത്തൊന്നും പോയിട്ട് ആരുടെ പോയിട്ട് ക്യാപ് കട്ട് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പോയി പറ്റിക്കപ്പെടാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു 600 രൂപ 500 രൂപ 50 രൂപ കൊടുക്കട്ടെ, അവർ ഇതേപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി ചെയ്തോളൂ. കണ്ടിട്ട് വീഡിയോ വർക്കായിട്ട് ഈ ക്യാപ് കട്ട് ഇൻസ്റ്റാളിനേഷൻ നിങ്ങൾക്ക് വർക്കായി മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ചാനൽ ഷെയറും ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ലൈക്ക് പോലും അടിക്കേണ്ട. വർക്കാവണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം കളയണില്ല. അപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പുതിയതായിട്ട് iOS വാങ്ങിച്ചിട്ട് ആ iOSൽ നമുക്ക് ക്യാപ് കട്ട് എഡിറ്റിംഗ് ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിൽ ക്യാപ് കട്ട് ബാനഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ VPN ഉപയോഗിച്ചിട്ട് നമ്മൾ കൺട്രി ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കുറേ പേർക്ക് ഇത് ഫീച്ചേഴ്സ് കിട്ടുന്നില്ല, ശരിയാണ്. നമ്മളപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്റ്റെപ്പായിട്ട് ലൈവായിട്ട് ഒറ്റ സിംഗിൾ കട്ടിൽ എടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോറേജ് ഇടയ്ക്ക് സീനാക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ 2 കട്ടായിട്ട് എടുക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റായിട്ടത് നമ്മളാദ്യം കൺട്രി ചേഞ്ച് ചെയ്യുക. കൺട്രി ചെയ്യുന്നത് ആപ്പ് സ്റ്റോർ എടുക്കുക, നമ്മുടെ മുകളിൽ കാണുന്ന DP ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ DPയിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലോഡ് ആവണവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺട്രി റിലീജിയൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ കൺട്രി റിലീജിയൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു ഇത് വരും. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട രാജ്യം ഏതാണ് സെലക്ട് ചെയ്യാം. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഓസ്ട്രേലിയയാണ് ഇട്ടിട്ടുള്ളത്, പക്ഷേ ഇപ്പോൾ നിലവിലുള്ളത് മലേഷ്യയാണ്. അപ്പോൾ മലേഷ്യ എന്നൊരു സ്ഥലം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് എഗ്രി, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി കൊടുക്കുക. അപ്പോൾ എഗ്രി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ നോൺ ഓപ്ഷൻ കൊടുക്കുക. നോൺ ഓപ്ഷൻ വരാത്തവർക്ക് നോൺ ഓപ്ഷൻ എങ്ങനെ വരുത്തണമെന്ന് നമ്മൾ വീഡിയോ പുതുതായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടാകും, അതായത് നോക്കാം. അതുപോലെ തന്നെ സ്ട്രീറ്റ് അഡ്രസ്സ്, ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ജോഹൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, മലേഷ്യയിലുള്ള ഒരു സ്ഥലമാണ് ജോഹൂർ. അപ്പോൾ എല്ലാവരും ജോഹൂർ ഇതുപോലെ ഞാനിപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ജോഹൂർ അതുപോലെ സെലക്ട്, ഇവിടെ നമുക്ക് ജോഹൂർ കൊടുക്കുക. അതുപോലെ മലേഷ്യ കൺട്രി നമ്പർ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എല്ലാവരും ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാവരും കൊടുക്കുക. പേര് നിങ്ങളെ പേര് കൊടുക്കുക, എൻ്റെ പേര് കൊടുക്കണമെന്നില്ല. എല്ലാവരും ചിലപ്പോൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേരും എൻ്റെ തന്നെ കൊടുത്തു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. കൊടുത്താലും കുഴപ്പമില്ല, എന്നാലും നോക്കി നിങ്ങൾ കൊടുത്തോ. എന്നിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ കൺട്രി ഇന്ത്യ എന്നുള്ളത് മാറി മലേഷ്യ ആയിരിക്കുന്നു. അതായത് നിങ്ങളുടെ മൊബൈലിൻ്റെ കൺട്രി ഇപ്പോൾ മലേഷ്യയാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് നിങ്ങൾ ക്യാപ് കട്ടും VPN എന്ന് പറയുന്നതും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ VPN ക്യാപ് കട്ടും. എങ്കിൽ കൂടെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊന്നും അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപ് കട്ട്, സ്പെല്ലിങ് ആയിട്ടേ ക്യാപ് കട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ അതെ ഇവിടെ കയറി ഇങ്ങനെ ഇതിപ്പോൾ ഓപ്പൺ ആണെന്ന് നോക്കണ്ട. ഇൻസ്റ്റാൾ ചെയ്തവർക്കാണെങ്കിൽ ഇൻസ്റ്റാൾ വരും. ഇനിയിപ്പോൾ എനിക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അതിപ്പോൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ VPN ഇപ്പോൾ നമ്മളെ പഴയ VPN അല്ല, പുതിയ VPN ആണ്. അപ്പോൾ ഈ VPN ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക എല്ലാവരും. ഇതാണ് നമ്മുടെ പുതിയ VPN. ഈ VPNലാണ് എല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ VPN ഇൻസ്റ്റാൾ ഇപ്പോൾ നമുക്കിപ്പോൾ വേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ VPN ആണ് നമ്മൾ ഞാൻ ആദ്യം എടുക്കുക, ഓപ്പൺ ആക്കാം. VPN ആദ്യം ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതേപോലെ ആഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നോക്കണ്ട, ഞാനിതൊന്ന് മറക്കുന്നുണ്ട്. കാരണം അത് ചിലപ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളും എന്തെങ്കിലും കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഏത് വഴിക്കൊക്കെ കോപ്പിറൈറ്റ് കിട്ടാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കണ്ടീഷൻ എങ്ങനെയാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ ഓക്കെ, ക്ലോസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഏത് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ സാധാരണ ആദ്യം നമ്മൾ ഫ്രാൻസും കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഇപ്പോൾ ഫ്രാൻസ് ഒന്നും വേണമെന്നില്ല. ഏതായാലും കണക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു വട്ടം കണ്ടാൽ മതി. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനി ഇത് പോവുകയാണെങ്കിലും ഈ സെയിം പാറ്റേൺ തന്നെ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ പുതിയ വീഡിയോസൊന്നും കാണണമെന്നില്ല.
അപ്പോൾ ഇത് കണക്റ്റ് ആവുന്നത് വരെ നമ്മൾ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ആഡ് വരും, അത് നോക്കണ്ട, നമ്മത് വേറെ വഴിയില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നത് കാരണം ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ സഹിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ ആഡ് കളയാം. അപ്പോൾ ഇതെവിടെയാണ് കണക്ട് ആയിട്ടുള്ളൂ? ലോസ് ആഞ്ചലസ്. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ക്യാപ് കട്ട് ആദ്യം എടുക്കാം. ക്യാപ് കട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയതായിട്ട് കാണിച്ചാൽ ഇതിപ്പോൾ പ്രോ ഫീച്ചേഴ്സ് വന്നിട്ടില്ല. പ്രോ വന്നാൽ ഇതിപ്പോൾ നോർമലായിട്ട് നമ്മൾ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സ്ലോ മോഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. പ്രോ എഫക്റ്റും കാര്യങ്ങളും എല്ലാം വരണമെങ്കിൽ ഇത് ഇവിടെ ഒരു ഡയമണ്ട് ബട്ടൺ വരണം. അപ്പോൾ ഒന്നും കൂടെ അത് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് എടുക്കാം. അവിടെ ഡയമണ്ട് ബട്ടൺ വരുന്നത് വരെ നമുക്ക് നോക്കണം. കണ്ട, ഇപ്പോഴും വന്നിട്ടില്ല. ഒന്നുകൂടെ ക്ലോസ് ചെയ്യാം, ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ ഇത് മിക്കവരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഒറ്റയടിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു വന്നിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കാണിത് വന്നിട്ടില്ല. ഇപ്പോഴും വന്നിട്ടില്ല, ഒന്നും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പം നമുക്ക് ഏത് സാധനവും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സാധനം ഇല്ലാണ്ട് നമുക്ക് ഇപ്പം നിലവിലുള്ള പ്രോ എഫക്റ്റ് വെച്ചിട്ട് അതിലിപ്പോൾ കുറച്ച് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വന്നില്ല. വീണ്ടും നോക്കുന്നു, വീണ്ടും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നൈസായിട്ട് കൺട്രി എന്നങ്ങോട്ട് മാറ്റാം. ചില നേരങ്ങളിൽ മാത്രം ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഫ്രാൻസ് ഇട്ട് കൊടുക്കാം. ഫ്രാൻസിൽ പാരീസ്. ഓക്കെ, കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ഇതിപ്പോൾ എല്ലാം ലൈവ് റെക്കോർഡിങ്ങാണ്, കട്ടിങ് ഒന്നും ഇല്ല. വീഡിയോൻ്റെ ലെങ്ത്ത് ഇതിനെ കാരണം കൂടും. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എല്ലാവരും വീഡിയോ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇതിപ്പോൾ ഫ്രാൻസിലാണ് കണക്ട് ചെയ്തതിൽ സിംഗപ്പൂരിലാണ് കണക്ട് ആയത്. എങ്കിൽ കൂടെ നമുക്കൊന്ന് നോക്കാം, വരുമോ നോക്കാം. എവിടെയാണ് നമുക്ക് ഡയമണ്ട് ബട്ടൺ? ഓക്കെ, കണ്ടാ പ്രോ ഫീച്ചേഴ്സ് ആണ്. അതിപ്പോൾ വന്നിട്ടുണ്ട്. പ്രോ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് ഇപ്പോൾ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരിപാടി. സമ്മതേ നിങ്ങൾക്കിപ്പോൾ മുകളിൽ ഇവിടെ കാണാൻ പറ്റും. ഡയമണ്ട് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റാൻഡേർഡ് ഫോർ 130 കാണാ. ഇതിപ്പോൾ പ്രോ എഫക്റ്റും കാര്യങ്ങളും നമുക്ക് ഇനി ഇതിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു വീഡിയോ ഞാനെടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓക്കെ, ഇത് ഇന്നലെ നമ്മൾ ചിമ്മിനി ഡാമിൽ പോയതിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. ഇതിലിപ്പോൾ പ്രോ എഫക്റ്റും കാര്യങ്ങളും ഇതിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോ ആയിട്ടുള്ള എഫക്റ്റും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഡയമണ്ട് ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടോ. പ്രോ ഫീച്ചേഴ്സ് വരുന്നതിനാണ് നമുക്ക് ഈ ഗ്ലോയും ഡയമണ്ടും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഇത് നമ്മളിതിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവരിത് സമ്മതിക്കില്ല. നോക്കിക്കോളൂ, കണ്ടാ ഇപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് പ്രോ ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്ക് അടിക്കുക, മൊത്തം ഇത് ചെയ്യുക. നമുക്ക് ആദ്യം VPN ഡിസ്കണക്ട് ചെയ്യുക. അത് ഞാനിപ്പോൾ അവിടെ ചെയ്ത് നോക്കണ്ട, ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഡിസ്കണക്ട് ചെയ്താലും മതി. ഓക്കെ, അതിലൊന്നും കൂടെ നമുക്ക് ക്യാപ് കട്ട് എടുക്കാം. ചിലപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈയിൽ മുതലാവണമെന്നില്ല. ചിലപ്പോൾ ഇത് കുറേ വട്ടം നമ്മൾ ട്രൈ ചെയ്യണം. കേട്ടോ, ആ ഡയമണ്ട് ബട്ടൺ ഇനി അവിടെ നിന്ന് പോകുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. കേട്ടോ, ഇപ്പോൾ ആ ഡയമണ്ട് ബട്ടൺ അവിടെ വന്നിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ പ്രോ എന്ന് കണ്ടാൽ കുഴപ്പമില്ല, ഡയമണ്ട് ഒന്നാൽ മാത്രമേ ചിലർക്ക് പ്രശ്നം വരുള്ളൂ. ഓക്കെ, കേട്ടോ, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടോ പ്രീമിയം ഫീച്ചർ വെച്ചിട്ട് പ്രീമിയം എഫക്റ്റ് വെച്ചിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടോ. കേട്ടോ, ഇപ്പോൾ ഇവിടെ ഈ ഡയമണ്ട് ബട്ടൺ വന്നിട്ടില്ല. അപ്പോൾ ആദ്യം VPN ഓഫ് ചെയ്തിട്ട് ചിലവർ നോക്കാം. VPN ഓഫ് ചെയ്യാതെ നോക്കുന്നവർക്കാണ് ഈ പ്രശ്നം വരിക. അപ്പോൾ ഇത് കണ്ട, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൽ തന്നെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രൈയിൽ കിട്ടിയെന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ VPN ഓൺ ആക്കി വെച്ച് നോക്കാം. ഇങ്ങനെ തന്നെ എഫക്റ്റ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് ചിലവർക്ക് ഇത് കിട്ടില്ല. ചിലവർ മിക്കവരും കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നെറ്റ് ഓഫ് ചെയ്ത് വെച്ച് നോക്കുക, മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് നോക്കുക, വൈഫൈ കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് വേണ്ടത് VPN ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ക്യാപ് കട്ട് ഇതേമാതിരി ക്ലോസ് ചെയ്ത് എടുക്കണം. ആ ഡയമണ്ട് ബട്ടൺ പോകുന്നവരെയും ക്ലോസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രോ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള സാധനം വെച്ച് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ക്യാപ് കട്ട് കൺട്രി ചേഞ്ച് ചെയ്തിട്ട് ക്യാപ് കട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് VPN വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഭാവിയിൽ ഇത് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതേ സാധനം ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെ എടുക്കാൻ പറ്റും. വേറെ ഇനിയൊരു പുതിയ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഡയമണ്ട് ഇത് ഒന്നും കൂടെ ക്ലോസ് ചെയ്ത് മെയിനായിട്ട് ക്ലോസ് ചെയ്ത് കളയണം കേട്ടോ ടാബ്സ്. അതാണ് മെയിൻ ഇതിൻ്റെ എല്ലാത്തിനും കാര്യം. അപ്പോൾ നോക്കിക്കോ, അതെ ഇപ്പം നിലവിലുണ്ട. ഇപ്പോൾ VPN കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആ ഡയമണ്ട് ബട്ടൺ ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ പ്രോ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ചില നേരങ്ങളിൽ ഇങ്ങനെ കുറേ ലക്ക് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കണക്ട് ചെയ്യേണ്ട. കാണാം പ്രോ ഫീച്ചേഴ്സിൻ്റെ എഫക്ട്സും കാര്യങ്ങളും കാണാം, ഇവിടെ ഉണ്ട്. ഇപ്പം നിലവിൽ പ്രോ ഫീച്ചേഴ്സിൻ്റെ എഫക്റ്റ് എല്ലാം നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ലോഡായി വരുന്നുണ്ട്. നെറ്റ് ദിവസം ലോ കാണണ്ട. നമുക്ക് ഈ ചേച്ചി ഇങ്ങനെ നിൽക്കണതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ പ്രോ ഫീച്ചേഴ്സിൻ്റെ സൈസ് സാധനങ്ങളാണ്. അതുപോലെ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ഈ സ്ലോ മോഷൻ ആക്കണ സെറ്റപ്പ് ഉണ്ടല്ലോ വീഡിയോയിൽ, സ്പീഡ്. ഓക്കെ, ഇത് നമുക്ക് പ്രോ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നവർക്ക് ചില നേരത്ത് വരുള്ളൂ. ഇത് ലോഡാണ്. ഇതടക്കം നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ സ്മൂത്ത് സ്ലോ വെച്ചിട്ട് സ്ലോ മോഷനും ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പോർട്ട് ചെയ്യണതും കൂടെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ
വട്ടം കിട്ടിയിട്ട് ലക്ക് കിട്ടിയാണെന്ന് പറയരുതല്ലോ. രണ്ടാമത്തെ വട്ടം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നോക്കാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ള പേജുകളിലും ഫീഡുകളിലും നമ്മൾ കാണും, പൈസ കൊടുത്തിട്ടായാലും ക്യാപ് കട്ട് നമുക്ക് മന്ത്ലി ഒക്കെ എടുത്തരാന്ന്. അവരും ഇതേ മെത്തേഡ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരാം. നിങ്ങൾ മന്ത്ലി പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേപോലെ നിങ്ങളോട് ചെയ്യാനായിരിക്കും പറയാം. അല്ലാണ്ട് നിങ്ങൾക്ക് എടുത്തിട്ടൊരു അക്കൗണ്ടായിട്ട് ആരും തരാൻ പോകുന്നില്ല. അപ്പോൾ അതിലാരും പറ്റിക്കപ്പെടാനൊന്നും പോകാൻ നിൽക്കണ്ട. ഈ ഒരൊറ്റ വീഡിയോയിൽ ഇത്തിരി ലാഗ് വരും, കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ലാഗ് നന്നായിട്ട് വരും. അപ്പോൾ 2x സ്പീഡിലിട്ട് കാണുക. ഇനിയിപ്പോൾ ഒട്ടും തിരക്കില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഒറ്റ മെത്തേഡിൽ എല്ലാം നമ്മളിത് പറയുന്നതാണ്. അപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞാൽ വേറെ ഇനിയൊരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മലേഷ്യ എന്നൊരു രാജ്യം കിട്ടിയില്ലെങ്കിൽ നമ്മളിനി പറഞ്ഞാൽ മതി, ഇത് റെഡിയാക്കാം. ഇതിപ്പോൾ മെയിനായിട്ട് ഈ കൺട്രി ഇത് ഈ VPN വെച്ചിട്ട് എല്ലാവരും ഈ കൺസെപ്റ്റിൽ തന്നെ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്രേ ഉള്ളൂ സെറ്റപ്പ്. പരിപാടി ഇത്രയാണ്. ഇതിപ്പോൾ സ്ലോ ആക്കാൻ സ്ലോവിൻ്റെ ഒരു ഇത് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ മെത്തേഡ് ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കാം. കാരണം ഇതിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് തന്നെ കുഴപ്പമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ക്ലോസ് ചെയ്തെടുത്തപ്പോൾ ഡയമണ്ട് ബട്ടൺ ഫസ്റ്റ് ടൈമിൽ തന്നെ പോയി. ചിലവർക്ക് അതൊരു 10-30 വട്ടം കാണിച്ചാലേ പോവുള്ളൂ. ചിലവർക്ക് അത് കുറേ നേരം കഴിഞ്ഞ് കാണിക്കണം കേട്ടോ. ഇതായിട്ടുണ്ട്. ഓക്കെ, സ്ലോ മോഷൻ അപ്ലൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. എക്സ്പോർട്ട് ആവുന്നുണ്ടോ? ഇതാണ് പ്രോ ഫീച്ചേഴ്സും പ്രോ എഡിറ്റിങ്ങും സ്ലോ മോഷൻ വെച്ചിട്ട് ഇപ്പോൾ ക്യാപ്പിൻ്റെ ഇത് ഓഫ് ചെയ്യാണ്ട് തന്നെ നമ്മളെ VPN ഓഫ് ചെയ്യാണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്തണ്ട വേണ്ട. VPN ഓണാണ്. ഇപ്പോൾ VPN ഓഫ് ആയാൽ പോകണുള്ളൂ. അപ്പോൾ ചില നേരങ്ങളിൽ ഇങ്ങനെയും കിട്ടും. ഇനി അഥവാ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ VPN ഓഫ് ചെയ്തിട്ട്, അതായത് ഇപ്പം ഇങ്ങനെ എക്സ്പോർട്ട് ആവാത്തവരുണ്ടെങ്കിൽ VPN ഓഫ് ചെയ്യുക, റിപ്പീറ്റായിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളയാം. ക്യാപ് കട്ട് എടുക്കുക, ക്ലോസ് ചെയ്യുക, വീണ്ടും ക്ലോസ് ചെയ്യുക. ആ ഡയമണ്ട് ബട്ടൺ അവിടെ നിന്ന് പോകുന്ന വരെ നിങ്ങൾ ക്ലോസ് ചെയ്യുക. പോയി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുക്കുക, എക്സ്പോർട്ട് എടുക്കുക. പരിപാടി ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇനി വേറെ വീഡിയോ ഒന്നും കണ്ടാൽ സമയമൊന്നും കളയണ്ട. ഇത് നിങ്ങൾക്ക് സെറ്റപ്പ് റെഡി ആയെങ്കിൽ മാത്രം നിങ്ങൾ ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങൾക്കിത് സക്സസ് ആയി മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കാരണം വർക്കാവാണ്ട് നമ്മളിത് ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നില്ല. സക്സസ് ആയാൽ മാത്രം നിങ്ങൾത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, ബൈ.